നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലന് ആരിനോട് പറയാം, നിന്റെ ലക്ഷ്യം പോലും നിന്റെ ഭാര്യ വെറും ഒരു പോലീസുകാരി ആക്കാനാണ് നീ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നേ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അവളുടെ സ്വപ്നം അതാണെങ്കിൽ അത് ഞാൻ നടത്തി കൊടുക്കും. എടാ, അതല്ല ശരിക്കും നടത്തി കൊടുക്കണ്ടേ. പോലീസിലെ ഏറ്റവും ഉയർന്ന തലത്ത് നിനക്ക് അവളെ എത്തിക്കാൻ പറ്റുമോ? ഒരു IPS കാരിയാക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ നീ അത് അത് ചെയ്ത് കാണിക്കുക. അതാടാ ചെയ്യണ്ടേ, അല്ലാതെ വെറും ഒരു പോലീസുകാരിയാക്കും അല്ല ചെയ്യണ്ടേ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ശരി, ഞാൻ ഏറ്റത്. ഞാൻ മിത്ര ഒരു IPS കാരി ആക്കിയിരിക്കും. അങ്ങനെ വേണം. അങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാന്ന് ഞാൻ സമ്മതിക്കും. ഈ ബാലൻ അത് അംഗീകരിച്ചു തരും. അതും പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോയി. ഒരു നിമിഷം മിത്രയൊക്കെ തരിച്ചു നിൽക്കുക. മിത്രയ്ക്ക് കേട്ടതുപോലും വിശ്വസിക്കാൻ പറ്റിയില്ല. തന്നെ ഒരു IPS കാരിയാക്കുമെന്നും പറഞ്ഞ് ആര്യനും വെല്ലുവിളിച്ചിരിക്കുന്നു. അങ്ങനെ മുറിയിലേക്ക് വന്നിട്ട് മിത്ര ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. ആര്യനോട് മിത്ര പറഞ്ഞു, ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട കാര്യമില്ലായിരുന്നില്ലേ. അങ്ങനെ ഓടിയതുകൊണ്ടല്ലേ എക്സാം എഴുതാൻ പറ്റിയത്. കൃത്യസമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിലോ എക്സാം എഴുതാൻ പറ്റുമോ? നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലമാവുമായിരുന്നോ? അല്ല, അന്നെ അച്ഛനെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു എന്നെ IPS കാരിയാക്കുന്ന. ആദ്യം ഒരു പോലീസുകാരി ആവട്ടെ, ബാക്കിയത്തെ കാര്യമൊക്കെ പിന്നെ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ കുറെ ടെൻഷൻ ഉണ്ട്. ഞാൻ കാരണം ആരിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നേ. അതേക്കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇത് ആദ്യത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്നാലും എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആരിന്റെ പഠനം വരെ ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ആരിന്റെ ജീവിതം തന്നെ തെച്ചെന്ന് പറയാം. എന്നെ വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് ആരിന്റെ സ്വപ്നങ്ങൾ പോയി, പ്രതീക്ഷകൾ പോയി, എല്ലാം പോയി. ഇപ്പൊ എന്റെ പിന്നാലെ എന്റെ അപ്പോഴേക്കും ആര്യം പറഞ്ഞു, നിനക്കൊരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നേ. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ല ആര്യ, ആരിനെപ്പോഴും എന്റെ സ്വപ്നത്തെക്കുറിച്ചും എന്റെ ചിന്തകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ആരിന്റെ മനസ്സിലെ സ്വപ്നം എന്താ? ഒരു പക്ഷേങ്കില് ഞാൻ ആരിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ആരിന് എന്തായി തീർന്നേനം. നീ കാരണം ഒരിക്കലും എൻ്റെ കോളേജ് ലൈഫ് തീർന്നെന്ന് ഞാൻ വിചാരിക്കില്ല. എൻ്റെ പഠനം മുടങ്ങി നിൽക്കുന്നു. കാരണം എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ അതല്ല. അച്ഛൻ്റെ ആഗ്രഹം എന്നെ ഒരു IAS കാരനാക്കാനായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം അതൊന്നും ആയിരുന്നില്ല. എനിക്ക് വേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. വേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളോ? അതെന്താ? അതുണ്ട്. അല്ല, ഞാനെല്ലാം ആരിനോട് പറയുന്നല്ലേ. ഇത്രയും കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ എന്തായിരുന്നു. പക്ഷെ ആരിന് അതുപോലെ എന്നോട് പറഞ്ഞാൽ എന്താ? ആരിന് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വരും. പറ ആര്യ, ആരിന് ആരാകാനായിരുന്നു കൂടുതൽ താല്പര്യം? അപ്പോഴേക്കും ആരിന് എന്ത് ചെയ്യണം, അവിടെ കിടന്ന് പേപ്പർ എടുത്തു കൊടുത്തു. ഇത് നോക്ക്, എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോഴേക്കും മിത്ര നോക്കി. മിത്രയ്ക്കൊന്നും മനസ്സിലായില്ല. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുറെ കുറിയും വരയൊക്കെ മാത്രം. ഇതെന്താ ആര്യ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വരയും കുറിയൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് മ്യൂസിക് നൊട്ടേഷൻ. മ്യൂസിക് നൊട്ടേഷന്. അതെ, ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനായിട്ടാ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. റഹ്മാൻ സാറിനെ പോലെ അങ്ങനെയൊക്കെ കുറെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെയൊക്കെ ആയി തീരണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മിത്ര, ആഹാ കൊള്ളാലോ. അതെ, ഇത് മാത്രമല്ല വേറൊരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരിന് അതുകൊണ്ട് കൊടുത്തു. ഇത് കണ്ടോ, ചിലപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് വരികളൊക്കെ ഞാൻ ഇതിനകത്ത് കോറിയിട്ടിരിക്കുന്ന. മിത്രയ്ക്ക് അത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. മിത്ര പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷേങ്കിൽ ആരിന്റെ സ്വപ്നം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആര്യം പ്രയത്നിക്കണം. ആര്യം പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ. ആരിന്റെ മനസ്സിൽ വരുന്ന ഓരോ വരികളും ആരിനിവിടെ എഴുതണമെന്ന് പറയാം. ആര്യം പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് നിൽക്കണം. എങ്കിലോ രണ്ടുപേർക്കും ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഒരാൾക്ക് സപ്പോർട്ടായിരിക്കണം. ആര്യം പറഞ്ഞു, ഇപ്പം എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്നെ ഒരു പോലീസുകാരിയാക്കാന്നുള്ളേ. അത് ആരിന്റെ മനസ്സിൽ കിടന്നോട്ടെ. എന്നാലും ഇത് ഒരിക്കലും ആരും കൈവിടല്ല. അറിയാലോ, ആരിന് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആരിന്റെ സ്വപ്നങ്ങളും എനിക്ക് ഉറപ്പുണ്ട് ആരിന് ഒരിക്കലും ഒരു നല്ല മ്യൂസിക് ഡയറക്ടർ സാധിക്കുമെന്ന്. ആര്യം പറഞ്ഞു, അത് ഞാൻ അതൊന്നും ആരും പ്രശ്നമാക്കണ്ട. ആരിന് ഉറപ്പായിട്ടും ആര്യൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്താൻ സാധിക്കും. അതിന്റെ ആഗ്രഹം സാധിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് പുറത്തുനിന്ന് മീനാക്ഷിയുടെ സൗണ്ട് കേട്ടെ. മിത്ര, നീ അവിടെ എന്തെടുക്കുക? നീ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട്. ദേ, മീനാക്ഷി അടുത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മിത്ര അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ശ്രീദേവി മീനാക്ഷി അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു.
പുറത്ത്. അങ്ങനെ മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവി പറഞ്ഞു, നീ ആള് കൊള്ളാലോ, കല്യാണത്തിന് പോവാന്ന് പറഞ്ഞിട്ട് പോയത് എക്സാം എഴുതാനല്ലേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് പിന്നെ ഞാൻ മീനാക്ഷി പറഞ്ഞു, എങ്കിലും ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു, ഉം, ഒന്ന് പറയാതെ പോയത് മോശമായിപ്പോയി. ശ്രീദേവി പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോകുമ്പോൾ ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് വിടില്ലായിരുന്നോ. അത് പിന്നെ ഞാനേ മനഃപൂർവ്വം പറയാതിരുന്ന, എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ആരിനെ പറഞ്ഞ ആരോടും പറയണ്ടെന്ന്. ഓഹോ, അപ്പൊ ആരിനെ സപ്പോർട്ട് ചെയ്ത് രണ്ടുപേരും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചില്ലേ. പക്ഷെ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയായിരുന്നോ എന്ന് ശ്രീദേവി ചോദിച്ചു. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ തവണ എന്താണെങ്കിലും കിട്ടുമായിരിക്കൂല്ലേ, പോലീസ് അറിയാൻ പറ്റൂലേ. എക്സാം എഴുതിയത് കൊണ്ട് കാര്യമില്ല, ഫിസിക്കലും കൂടെ പാസ്സാവണം ശ്രീദേവി അടുത്തി. മീനാക്ഷി പറഞ്ഞു, അത് ഉറപ്പല്ലേ പാസ്സാവുന്ന, അതിനു വേണ്ടിയിട്ടല്ലേ നീ പ്രാക്ടീസിന് പോന്നേ. പ്രാക്ടീസിന് പോന്നെ, എവിടെ പ്രാക്ടീസിന് പോന്നു? ശ്രീദേവിക്ക് മനസ്സിലായില്ല. അത് പിന്നെ ഞാന്, അല്ല നിനക്ക് എങ്ങനെ മീനാക്ഷി അറിയാന്ന് ഇവള് പ്രാക്ടീസിന് പോന്നേ? അല്ല അത് പിന്നെ ഇവള് ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോകുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിലോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ ശ്രീദേവി അടുത്തോട് പറയാതിരുന്ന, ഞാനല്ലേ ഇവള് രാവിലെ പോകുന്ന സമയത്ത് കഥയൊക്കെ തുറന്നു കൊടുത്ത് കഥ അടയ്ക്കുന്നേ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാം അറിയായിരുന്നു, എന്നെ മാത്രം ഒഴിവാക്കി നിർത്തിയിരിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നെ ഇങ്ങനെയല്ലേ, നിങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്തു എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തും. ഓ, അപ്പൊ എനിക്കൊരു വില ഈ വീട്ടിലില്ലല്ലേ, നിങ്ങളുടെ മനസ്സിലൊരു സ്ഥാനമില്ല. ശ്രീദേവി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, അത് മിത്ര പറഞ്ഞിട്ടാ പറയണ്ടാന്ന്. നീ എന്താടി മിത്ര അങ്ങനെ പറഞ്ഞേ, എന്നോട് പറയണ്ടാന്ന് പറഞ്ഞേ? അത് പിന്നെ ശ്രീദേവി അടുത്തിട്ട് ഇത്ര നിഷ്കളങ്ക സ്വഭാവമല്ലേ, ചിലപ്പോൾ അങ്കിളിനോട് പോയി പറഞ്ഞു കൊടുക്കും, അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നേ. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് ഓർത്തു. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ശരി ശരി ആയിക്കോട്ടെ. അല്ല ഇനി നിന്റെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ പറ മീനാക്ഷി എന്നും പറഞ്ഞ് ശ്രീദേവി മീനാക്ഷിക്ക് നേരെ തിരിഞ്ഞു. എന്ത് വിശേഷങ്ങള്? എനിക്കേറെ പരാതി പോയിരിക്കുക മന്ത്രിയുടെ അടുത്തേക്ക്. പരാതിയോ? അതെ, മന്ത്രിയുടെ അരികിൽ വരെ എന്റെ കുറിച്ചുള്ള പരാതികൾ എത്തിയിട്ടുണ്ട്. അല്ല, ആരാ പരാതി കൊടുത്തതെന്ന് മിത്ര ചോദിച്ചു. ആരാ പരാതി കൊടുക്കാനായിട്ട്, ഇയാള് തന്നെ എന്നും പറഞ്ഞ് താലി ഉയർത്തി കാണിച്ചു. ആര്? ആകാശോ? അപ്പോഴേക്കും മിത്ര ചോദിച്ചു, ആകാശൻ എന്തിനാ ഇങ്ങനെ ഒരു പരാതി കൊടുത്തേ? ഒരു പക്ഷേങ്കില് ആ കടയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തോണ്ടാണോ? അത് തന്നെ കാര്യം. കൃഷ്ണമംഗലംകാരെയും കൂടെ കൂട്ടുപിടിച്ച് പരാതി കൊടുത്തിരിക്കുക. എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ജോലി പോവോ? ജോലി പോവാണെ പോട്ടെ, ഇനിയിപ്പം ഞാനൊന്നും നോക്കുന്നില്ല. പിന്നെ എന്നോട് വിസ്തീർണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് തക്കതായ മറുപടി ഉണ്ട്. അല്ലെങ്കിലും ഞാൻ നിയമം വിട്ട് ഇതുവരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്നേ, നിങ്ങളും ടെൻഷൻ അടിക്കണ്ട. ജോലിയൊന്നും പോകാനൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ കിട്ടിയെന്നിരിക്കും. എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്നാലും ഇത് ആകാശേട്ടൻ ചെയ്ത് ഇത്തിരി മോശമായി പോയില്ലേ, കടന്നു കയ്യേ പോയില്ലേ, സാരമില്ല, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി അവരെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് മീനാക്ഷി ചോദിച്ചു, അല്ല ശ്രീദേവി അടുത്തിടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നോ? പെട്ടെന്ന് ശ്രീദേവി ഒന്നും ഞെട്ടി. ശ്രീദേവി പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ നാളെ പറയാം. അതെന്താ? നാളെ കാര്യമൊക്കെ ഒരു തീരുമാനമാവും. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പരിഹരിക്കാം. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അല്ലേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിൽ ഞങ്ങൾ സഹായിക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ഭയങ്കര സന്തോഷിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുക. അങ്ങനെ മരുമക്കളും മൂന്നുപേരും ഒന്നായി. അതേ സമയത്ത് അകത്ത് ആന്റെ അടുത്തേക്ക് ആനന്ദും ധർമ്മനും കൂടെ വരുവാണ്. ആനന്ദ് വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? എന്ത്? അല്ല നീ എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? മിത്രയ്ക്ക് വേണ്ടിയിട്ട് നീ അച്ഛനെ എതിർത്ത് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതേ ആനന്ദേട്ടാ, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന പെണ്ണ നമ്മുടെ ഭാര്യമാര്. അപ്പൊ അവരെ നമ്മൾ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. അവർക്കൊരു സ്വപ്നം ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ നടത്തി കൊടുക്കണം. എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ സ്വപ്നമാ ഒരു പോലീസുകാരിയാന്നുള്ളത്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അല്ല അച്ഛൻ്റെ അടുത്ത് നീ പറഞ്ഞോ അപ്പൊ IPS ആക്കുന്നു? അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ആദ്യം അവളൊരു പോലീസുകാരി ആവട്ടെ, അവളുടെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നേ, അല്ലാതെ മറ്റുള്ളവരുടെ സ്വപ്നം ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് സാധിച്ചെടുക്കണം, അത് നമ്മുടെ ആഗ്രഹമാണ്. അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു ഓർത്തോണ്ട് അതാവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ മനസ്സിൽ എന്തിനോടാണോ പാഷൻ അത് നമ്മൾ നടത്തണം. ആ സമയം ധർമ്മനൊന്നും മിണ്ടായിരിക്കുന്നുണ്ട്. അപ്പം ആനന്ദ് ചോദിച്ചു, മാമ ആരും പറയുന്ന കേട്ടില്ലേ, മാമൻ എന്താ ഒന്നും പറയാത്തെ? അവൻ പറഞ്ഞ് ന്യായമായിട്ടുള്ള കാര്യമല്ലേ, ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ. അവന്റെ ഭാര്യ എന്താക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശ അർഹതയ്ക്ക് അവനുണ്ട്, അതവനാക്കട്ടെ. മറ്റുള്ളവർ അതിന് കടിഞ്ഞാടിടേണ്ട കാര്യമില്ലല്ലോ. ഓഹോ, അപ്പൊ മാമനും ആരിന്റെ ഒപ്പമാണോ?
ഞാൻ ആരുടെ ഒപ്പം അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞാൻ ന്യായമായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. ആര്യം പറഞ്ഞു, മാമന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആനന്ദേണ്ട എന്താ മനസ്സിലാകത്തെ? എന്താണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഭാര്യയുടെ സ്വപ്നങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ലെന്ന് പറയണ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.